+1 സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന പ്രഡിക്ഷൻ ഇതാ. ഓക്കെ, പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിന് ലിസ്റ്റ് ഇവിടെ ഉണ്ട്, PDF ആയിട്ട് നിങ്ങൾക്ക് നോക്കാം. മാത്സ് എന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റ് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ എനിക്ക് പറയാം ഈ ചാപ്റ്റർ വരാം, ഫിസിക്സ് ആണെങ്കിൽ പറയാം ഈ കോൺസെപ്റ്റ് വരാം. മാത്സ് എന്ന് പറയുമ്പോൾ എനിക്ക് നമ്പറായിട്ട് നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഞാൻ പറ്റുന്നത്ര ഏറ്റവും ബെസ്റ്റ് ചെയ്തിട്ടുണ്ട് മക്കളെ. ഇതൊരു 35 ഷുവർ ക്വസ്റ്റ്യൻസ് ആലൻ സാറിന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 35 ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു പോയാൽ, ഇത് എന്തുകൊണ്ട് 35 ഷുവർ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകേണ്ടത്? കാരണം ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോയി നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ മോഡലിന് ഒരു 37 മാർക്ക് കിട്ടിയായിരുന്നു. നിങ്ങൾ മാർച്ചിനാണ്, കഴിഞ്ഞ വർഷം ഫൈനൽ എക്സാമാണ് 42 മാർക്ക്, കഴിഞ്ഞ വർഷം മോഡൽ എക്സാമാണ് 34 മാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 35 മാർക്ക് ഏകദേശം പ്രതീക്ഷിക്കാം ഇത് പഠിച്ച് മാത്രം പോയാൽ. ഇനി ഒബ്വിയസ്ലി നിങ്ങൾ ഇതിൻ്റെ അപ്പുറം ഫോർമുല ഷീറ്റ് ഉപയോഗിച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 അവർ ലൈവും 12 അവർ ലൈവും കണ്ടു പോയവരാണെങ്കിൽ ഫുൾ മാർക്ക് ഉറപ്പാണ്. ഇതാണ് ടോപ്പ് പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ്, കാരണം ഏറ്റവും കൂടുതൽ PYQസിൽ ചോദിച്ചത്. ഓക്കെ, നമുക്ക് സെറ്റിലേക്ക് വരികയാണെങ്കിൽ സെറ്റിൽ എപ്പോഴും ചോദിക്കുന്നത് A is a subset of B, A union B. ഇത് പഠിക്കുമ്പോൾ A is a subset of B, A intersection B കൂടെ പഠിച്ചോ. എല്ലാവരും കമന്റ് ചെയ്താൽ എന്താ കമന്റ് ചെയ്യാം. ഓക്കെ, ഇത് 2-3 വർഷത്തിൽ ചോദിച്ചതാണ്, ഇതും പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ ഗുണം ഉണ്ടാകും, ഇതിൻ്റെ റിലേറ്റഡ് ആയ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇങ്ങനെ പറഞ്ഞുതരും. ഓക്കെ, സെറ്റ് ബിൽഡർ ഫോം ഓഫ് ഇത് നമ്മുടെ സെറ്റ് ബിൽഡർ ഫോം ഏതാ വരുന്നത് നോക്കിയാൽ ആൻസർ ചെയ്താൽ. ഓക്കെ, വളരെ സിമ്പിൾ, ഓപ്പൺ ക്ലോസ്ഡും. നിങ്ങളിതാ ഇതിൻ്റെ ആൻസറിൽ ചെറിയ വ്യത്യാസമുണ്ട്, ഓപ്ഷൻ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ വരുന്നതാ എപ്പോഴും ഒരു ഡിമോർഗനിലോ വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരും. അതിനൊരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ സെറ്റിൻ്റെ ക്ലാസ് ഒരു പ്രാവശ്യം ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കിട്ടും. ഈ സെയിം സാധനം ഇൻ്റർസെക്ഷൻ ഞാൻ പറഞ്ഞു, ഇതും കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് മനസ്സിൽ വരും, കാരണം ഞാൻ കുറേ പ്രാവശ്യം പഠിപ്പിച്ചുകൊണ്ട് എനിക്കറിയാം ഏത് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ വരിക. ഓക്കെ, ഇനി റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ ഒരു ഓർഡേർഡ് പെയർ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, A cross B ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഇനി നമ്പർ ഓഫ് റിലേഷൻസും പഠിക്കുക. ഓക്കെ, അതും പഠിക്കുക, അതിനോടൊപ്പം നമ്പർ ഓഫ് A cross B പഠിക്കുക. അതൊക്കെ ഫോർമുല അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ നോക്കിയാൽ മോഡ് എക്സിൻ്റെ ഷിഫ്റ്റിംഗ് പഠിക്കണം. മോഡ് എക്സ് +1 3 - mod x. എന്തൊരു ഫംഗ്ഷനും മൈനസ് ഇട്ടാൽ, ഫോർ എക്സാമ്പിൾ ഇതാണ് ഐഡന്റിറ്റി ഗ്രാഫ് എന്ന് വെച്ചോ, അതിൻ്റെ -x ഇത് -x ഇത് x -x എന്ന് പറയുമ്പോൾ അത് തിരിച്ചിടും, ഇങ്ങനെ ഇടും. ഓക്കെ, അപ്സൈഡ് ഡൗൺ ഫ്ലിപ്പ് ആയത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ x² ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, -x² എന്താണ് വരിക, ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അതേപോലെ മോഡ് എക്സ് V ഷേപ്പാണ്. ഓക്കെ, ഇത് മോഡ് എക്സ് ആണ്. മോഡ് എക്സ് -mod x മൈനസ് പുറത്ത് വരണം, അപ്പോൾ എന്താണ് ഇങ്ങനെ വരും. ഓക്കെ, ആ സാധനം മനസ്സിലായല്ലോ, ഓർഡർ ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി നോക്കുക. ഷിഫ്റ്റിംഗ് നിങ്ങളൊന്ന് പഠിക്കാം. പിന്നെ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ഈ സംഭവം ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡൊമൈൻ്റെ 2 റൂൾസ് ഉള്ളത് പഠിക്കണം. പിന്നെ മക്കളെ ഇത് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ് sin A + cos B ഫോർമുല പഠിക്കാം. sin A + cos sin B cos A + cos B ആ ഫോർമുല പഠിച്ചാൽ സിമ്പിളായിട്ട് കിട്ടും. വളരെ സിമ്പിളാണ്. ഓക്കെ, പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരും. ഇത് ട്രയാങ്കിൾ മെത്തേഡിൽ വെച്ച് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ. tan x എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണെന്നും. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഏതാ ASTC അലൻ സാർ തോട്ടിൽ ചാടി എന്ന് ഓർത്ത് വെച്ചാൽ മതി. 1 2 3 4 സെക്കൻഡ് ക്വാഡ്രന്റിലാണ് സൈൻ പോസിറ്റീവ്. ഓക്കെ, sin 75 പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ cos 15 sin 15 ആൻഡ് cos 75 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒരെണ്ണം പഠിച്ച ബാക്കി എല്ലാം കിട്ടും. അതിൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 25 ഡിഗ്രി റേഡിയൻ, ഡിഗ്രി മാറ്റി റേഡിയൻ ആക്കണമെങ്കിൽ π/180. ഓക്കെ, ഇത് × π/180 ചെയ്യുക, അതോടെ ആൻസർ കഴിഞ്ഞു. ഇനി ഡിഗ്രി മാറ്റിയിട്ട് റേഡിയൻ മാറ്റി ഡിഗ്രി ആക്കണേ ഓപ്പോസിറ്റ് 180/π വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കിയേ, I⁻9 I⁻−35 I⁻8 എല്ലാത്തിനെയും പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമ്മൾ ലൈവിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. 4K +1 4K +2 4K +3 എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. കോൺജുഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക മക്കളെ? Z എന്ന് പറഞ്ഞാൽ A + IB ആണ്. അതിൻ്റെ Z അതാണ് സ്റ്റാൻഡേർഡ് ഫോം. Z ബാർ എന്ന് പറയുമ്പോൾ നടുക്കത്തെ സിമ്പിൾ മാറ്റുക. പ്ലസ് ആണെങ്കിൽ മൈനസ്, പ്ലസ് ആണ് പ്ലസ് ആക്കുക. Z ബാർ മോഡ് Z എന്ന് പറയുമ്പോൾ എന്താണ് √(z²) A² + B². ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞാൽ ലാസ്റ്റ്ലി Z ഇൻവേഴ്സും കൂടി പഠിച്ച ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, Z ഇൻവേഴ്സ് ഒരിക്കലും എന്താണ് Z ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ Z⁻/mod Z². ഓക്കെ, ഇത്രയും പഠിച്ച ഈ ചാപ്റ്റർ എല്ലാ കാര്യങ്ങളും ആയി. ഓക്കെ, പിന്നെ മക്കളെ ഇനീക്വാളിറ്റിയിൽ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനീക്വാളിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അടുത്ത പേജിലേക്ക് പോവാം. ഇനീക്വാളിറ്റി നിങ്ങൾ നമ്പർ ലൈനിലും അതേപോലെ തന്നെ നിങ്ങൾ ഇന്റർവൽ ആയിട്ട് എഴുതാനും മറക്കരുത്. ഓക്കെ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ വാക്കുകൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വരുന്നത് വേർഡ് ഫോർമേഷൻ, ഡോട്ടർ മാത്തമാറ്റിക്സ് പെർമ്യൂട്ടേഷൻ അസോസിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഓൾ വവൽസ് ടുഗദർ, ഓൾ വവൽസ് ഡു നോട്ട് ടുഗദർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, 52 കാർഡ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. 52 കാർഡ്സിൽ വെറുതെ 4 സെലക്ട് ചെയ്യുക. 52 C4, അതിൽ 4 2 റെഡ് 2 ബ്ലാക്ക്. അപ്പോൾ 4 പെട്ടി വരയ്ക്കുക, 2 റെഡ് 2 ബ്ലാക്ക്. അപ്പോൾ എന്താണ് ഇവിടെ 26 C2 × 26 C2. ഓക്കെ, എക്സാക്ട്ലി 3 ഏസ് കാർഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. അല്ലെങ്കിൽ എന്താണ് ഇത് 4 സെയിം ആവുന്നത്. ഓക്കെ, 4 സെയിം കാർഡ്സ് വരാനുള്ളതും അതേപോലെ 4 ഡിഫറെൻറ്റ് വരാനുള്ളതൊക്കെ പഠിക്കണം. ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബൈനോമിയൽ തിയറത്തിൽ നമ്പർ ഓഫ് എക്സ്പാൻഷൻ, ഇവിടെ ഇൻഡെക്സ് 4 ആണെങ്കിൽ 4 + 1, ഇവിടെ ഇൻഡെക്സ് 5 ആണെങ്കിൽ 5 + 1. പിന്നെ എക്സ്പാൻഷനും പിന്നെ ഇൻഡിപെൻഡൻറ്റ് ടേം എന്നുള്ള ക്വസ്റ്റ്യൻസ് അത് പണ്ടൊരു
ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്ത് ഒരു ടോപ്പിക് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഡിലീറ്റ് ഇടാം. ഇപ്പോൾ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സ് ഇല്ലാത്ത ടേം നോക്കിയിട്ട് എഴുതിയാൽ അതാണ് ഇൻഡിപെൻഡൻറ്റ് ടേം ഓഫ് എക്സ്. ഓക്കെ, എക്സ് ഇല്ലാത്ത ടേം. പിന്നെ ഈ സമ്മ് നമ്മൾ കുറേ പ്രാവശ്യം പഠിച്ചു തന്നെ പോയിന്റ് വരെയുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. GP ക്വസ്റ്റ്യൻ ആണ് സാധാരണ. ഓക്കെ, സ്ലോപ്പ് ഓഫ് ദ ലൈൻ മക്കളെ നിങ്ങൾക്ക് -a/b വേണം പഠിക്കാം, അല്ലെങ്കിൽ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഇതാ y ഇന്റർസെപ്റ്റ് ഫോം ആക്കാം. y = mx + c എന്നുള്ള ഫോമിലാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇക്വേഷൻ ഓഫ് ദ പെർപെൻഡിക്കുലർ ലൈൻ, പെർപെൻഡിക്കുലർ ലൈൻസിന്റെ പ്രത്യേകത എന്താണ്? സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ആണ്. ഓക്കെ, ഇക്വേഷൻ ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ദി അബോവ് എക്സ് ഇന്റർസെപ്റ്റ് മക്കളെ എക്സ് ആക്സിസിൽ മുട്ടുക എന്ന് പറയുമ്പോൾ 3,0 കൂടെ പാസ് ചെയ്യുന്നുണ്ട് പെർപെൻഡിക്കുലർ സ്ലോപ്പും പോയിന്റ് വന്നാൽ y - y1 = m × x - x1 സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ഓക്കെ, കഴിഞ്ഞു ആൻസർ. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് എന്താണ് മക്കളെ? tan θ = mod of m2 - m1 / 1 + m1 m2. ഓക്കെ, ഇത് പഠിക്കണം. രണ്ട് ലൈൻ തമ്മിലുള്ള ആംഗിൾ ആണ്. അവസാനം നിങ്ങൾക്ക് ടാനിന് ഒരു വാല്യൂ കിട്ടും, ആ തീറ്റ വെച്ച് കണ്ടുപിടിക്കാം. ഫോക്കായി വെർട്ടീസസ് എക്സെൻട്രിസിറ്റി. ഫോക്കായി എന്ന് പറയുമ്പോൾ എന്താണ്? എ ആണ് വരിക. എ ചിലപ്പം എക്സ് ആക്സിൽ +or-a,0 വരും, ഇങ്ങനെ വരാം, അല്ലെങ്കിൽ 0, +or-a. അത് ഏതാണ് മേജർ ആക്സിന്? ഫോക്കായി എന്ന് പറയുമ്പോൾ +or-c ആട്ടോ. ഫോക്കായി എന്ന് പറയുമ്പോൾ സി, വെർട്ടീസസ് എന്ന് പറയുമ്പോൾ +or-a,0, എക്സെൻട്രിസിറ്റി എന്ന് പറയുമ്പോൾ c/a പഠിച്ചു വെച്ചോ. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം 2b²/a ഇതൊക്കെ പഠിച്ചു വെക്കുക. ഇനി നോക്കേണ്ടത് ഇത് മേജർ ആക്സിസ് എക്സ് ആണ്, എക്സിന് താഴെയാണ് വലിയ നമ്പർ, അപ്പം ഇതാ വരിക. ഇനി അല്ലെങ്കിൽ y ആണെങ്കിൽ 0, +or-a അങ്ങനെ മാറുമെന്നറിയാലോ. പിന്നെ എന്താണെങ്കിലും എലിപ്സ് ഒരെണ്ണം പഠിച്ചു വേണം, ഒരു പാരബോള പഠിച്ചു വേണം, സർക്കിൾ ആണ്, സർക്കിൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും സിമ്പിൾ മെത്തേഡ് അതാണ്, വേറെ മെത്തേഡ് ഉണ്ട് കേട്ടോ. ഫോക്കസ് ഇക്വേഷൻ ഡയറക്ട്രിക്സ് ഓഫ് ലാറ്റിസ് റെക്ടം ഓഫ് പാരബോള. ലാറ്റിസ് റെക്ടം നോക്കി ഈ സെയിം നമ്പർ 12 ആണ്. ഇക്വേഷൻ ഓഫ് x² എന്ന് പറയും മക്കളെ ഇത്രേ ഉള്ളൂ. y² എന്ന് കണ്ടാൽ c ആണ്. ഓക്കെ, y² അപ്പുറത്ത് ഒരു മൈനസ് കൂടെ ഉണ്ടെങ്കിൽ റിവേഴ്സ് c ഇങ്ങനെ. ഓക്കെ, x² കണ്ടാൽ യു ഷേപ്പ്, x² കണ്ടാൽ യു ഷേപ്പ്, x² ഒരു മൈനസ് ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ മൈനസ് ഉണ്ടെങ്കിൽ റാ ഷേപ്പ്. ഇത്ര ഒരു സംഭവം. ഓക്കെ, അതും കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ ഇൻട്രോ ടു 3D. ഓക്കെ, ബേസിക്കലി ഡിസ്റ്റൻസ് ഫോർമുലയാണെന്ന് പഠിക്കുക. ഡിസ്റ്റൻസ് ഫോർമുല പഠിക്കണം. ഓക്കെ, ഡിസ്റ്റൻസ് ഫോർമുല പഠിക്കണം. അത് വെച്ചിട്ട് നിങ്ങൾ റൈറ്റ് ട്രയാങ്കിൾ എങ്ങനെയാണ് പൈത്തഗോറസ് തിയറം കണ്ടുപിടിക്കുക. ഓക്കെ, ab² + bc² = ac² ആണെന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെ ഇതാ ഇത് മക്കളെ XY പ്ലെയിൻ്റെ പ്രത്യേകത എന്താ? Z 0. YZ പ്ലെയിനിൽ ഏത് ലെറ്റർ ഇല്ലാത്തത്? X ഇല്ല, X 0. XZ പ്ലെയിനിൽ എന്താണ്? Y ഇല്ല, Y 0. X ആക്സിസിൽ പറയുമ്പോൾ ആരൊക്കെ ഇല്ല? Y ഇല്ല, Z ഇല്ല, രണ്ടും 0. വാഹാ. അപ്പം ഇതിലെന്താണ്? ഇവിടെ ഒരു 0 X ഇല്ല, X ഇല്ലാത്ത ഏതാണ്? YZ പ്ലെയിനിലാണ്. അത് പഠിച്ചു നോക്കാം. ഇത്ര ഉള്ളൂ പഠിക്കാം. ഓക്കെ, പിന്നെ tan x യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. tan x 2 പ്രാവശ്യം ഫസ്റ്റ് പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? നിങ്ങൾ sin x പഠിക്കണം, cos x എല്ലാം സെയിം മെത്തേഡ് കേട്ടോ. x², 1/x, √x, പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഇത്രയും പഠിച്ചിട്ടുണ്ട്. x² പഠിച്ചു, പിന്നെ tan x പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ലൈവിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ പഠിച്ചു. tan x കൂടി പഠിക്കാം. ഇത് LHലും RH വെച്ച് കണ്ടുപിടിക്കുക ലിമിറ്റ് വെച്ചിട്ട്. പിന്നെന്താണ്? ഫസ്റ്റ് എന്താ? cos x sin x ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉണ്ട്. ഓക്കെ, ഈ റിസൾട്ട് പഠിക്കണം. ഇതിൻ്റെ 2x/2 എന്ന് വരാം. ഓക്കെ, അല്ലെങ്കിൽ 5x വരാം. അപ്പോൾ നമ്മൾ 5 മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, a/b എന്ന് വരാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ്? കോഷ്യൻ റൂൾ. ഓക്കെ, u/v ഹോൾ ഡാഷ് എന്ന് പറയുമ്പോൾ u'(v - v')v². ഇത് പഠിക്കണം. ഓക്കെ, അതേപോലെ ഇതും പഠിക്കണം. എപ്പോഴും കോഷ്യൻ റൂളിന് എപ്പോഴും വരാറുണ്ട്, ആ കാര്യം മറക്കരുത്. സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ എന്താണ് മക്കളെ? നിങ്ങളിതാ മീൻ, ഓക്കെ, x⁻ കണ്ടുപിടിക്കാൻ, വേരിയൻസ് കണ്ടുപിടിക്കാൻ, ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, അത് രണ്ടും പഠിക്കണം. ഓക്കെ, തിരിഞ്ഞാൻ തോന്നുന്നു ഞാൻ പറഞ്ഞല്ലേ. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം. ഈ ക്വസ്റ്റ്യൻ തന്നെ കുറേ വർഷം ചോദിച്ചിട്ടുണ്ട്. ഒരു 3-4 ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ആയിട്ട് വരും. അത് പഠിച്ച് പോവുക, ഇമ്പോർട്ടൻറ്റ്. ക്ലാസ് വരികയാണെങ്കിൽ അതിന് മിഡ് പോയിന്റ് ഇവിടെ 5, 15, 25 അങ്ങനെ ആയിട്ട് എടുക്കുക. xi എന്ന് പറയുന്നത് പ്രോബിലിറ്റിയിൽ മക്കൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി. എന്താ ഈ ഫോർമുല അറിയാം, നമ്മുടെ യൂണിയൻ്റെ ഫോർമുല. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് A + പ്രോബിലിറ്റി ഓഫ് B - ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ആൻഡ് A ആൻഡ് B. ഓക്കെ, അല്ലെങ്കിൽ ബോത്ത്. A യൂണിയൻ B എന്ന് പറയുമ്പോൾ ഓർ, A or B. ഓക്കെ, അങ്ങനെയാണ് വരിക. അത് വെച്ച് നോട്ട് ബി എന്ന് പറയുമ്പോൾ 1 - പ്രോബിലിറ്റി ഓഫ് B, 1 - പ്രോബിലിറ്റി നോട്ട് വരുമ്പോൾ. ഓക്കെ, അത് പോരാതെ ഡിമോർഗൻ ലോ വരും. നൈദർ നോർ എന്ന് പറയുമ്പോൾ നൈദർ A nor B എന്ന് പറയുമ്പോൾ എന്താണ്? A' ഇന്റർസെക്ഷൻ B'. അത് നമുക്കറിയാം A യൂണിയൻ B ഹോൾ ഡാഷ് ആണ്. ഒരു ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 - പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B ആണ്. ഇതോടെ നമ്മൾ ആൻസർ കഴിഞ്ഞു. ഇതാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഫെയർ കോയിൻ ടോസ് 3 ടൈംസ്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിങ്ങനെ ചെയ്യുക? സാമ്പിൾ സ്പേസ് എഴുതാം. ഒരു കോയിൻ 3 പ്രാവശ്യം എറിയുമ്പോൾ ഒരു കോയിൻ ഒരു പ്രാവശ്യം എറിയുമ്പോൾ 2 ആണ്. അപ്പം 2 × 2 × 2 8 ടൈംസ്. അപ്പോൾ ഹെഡ് ടെയില്, ഒരു ടെയിൽ വരുന്നു, ഹെഡ് ആ ടെയിൽ ഇങ്ങോട്ട്, ടെയിൽ ഹെഡ്. പിന്നെന്താ? ടി എച്ച് ടി ആൻഡ് ലാസ്റ്റ് ടി. ഇതാണ് 8 എണ്ണം വരിക കേട്ടോ. 8 എണ്ണം വന്നു. അത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. എഴുതിയാൽ മതി. ഓക്കെ,
അതോടെ നിങ്ങൾ എല്ലാം ചാപ്റ്റർ കഴിഞ്ഞ് 35 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 35 ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു പോയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു 35 മാർക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ടോപ്പ് പ്രയോറിറ്റിയിൽ ഉണ്ടാവുന്നത്. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു പോവുക. ഇത് മാത്രം പഠിച്ചു പോകരുത്, നിങ്ങൾ പഠിക്കേണ്ടത് ഇതിൻ്റെ അപ്പുറമുള്ള 12 hour 10 hour ലൈവൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ദിവസത്തെ ഒരു 4 hour ലൈവ് ഉണ്ട്, അത് വന്ന് കാണാം. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അടിപൊളിയായിട്ട് വരട്ടെ. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഞാൻ പഠിപ്പിച്ചതിന് കുറേ വരട്ടെ. സോ നിങ്ങളുടെ എക്സാം സിമ്പിൾ ആവും. ഓക്കെ, അടിപൊളിയായിട്ട് എഴുതുക, സെറ്റ് ആക്കുക. പിന്നെന്താണ് പറയാനുള്ളത്? ഇത് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കാണാം. പിന്നെ നമ്മളെ +2ൻ്റെ അഡ്മിഷൻസ് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബുക്ക് കിട്ടുക. വേഗം തന്നെ ജോയിൻ ചെയ്യാൻ താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ ബൈ.